കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ഈ ദൈവവചനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു ഉപമ യേശു കർത്താവ് പറയുകയാണ്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും അനിവാര്യമായ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഉറപ്പിക്കുന്ന ഒരു മാധ്യമമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലേ? എന്തുവാ പ്രാർത്ഥന എന്ന് പറയുന്നത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതിന് സ്തോത്രം പറയുന്ന പേരാണ് പ്രാർത്ഥന. നമ്മുടെ വിഷയങ്ങൾ, അല്ലേ? നമ്മൾ പലരോടും പല വിഷയങ്ങളും കൈമാറാറുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ വിഷയങ്ങൾ കൈമാറുന്നതിനകത്ത് പരിമിതികളുള്ളപ്പോൾ അത് സ്വതന്ത്രമായി സ്തോത്രം വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം വിഷയങ്ങളെ കൈമാറാൻ കഴിയുന്ന ഒരു ആളുണ്ടെങ്കിൽ അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശു കർത്താവ് മാത്രമാണ്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയട്ടെ, നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന, നമ്മുടെ വിഷയങ്ങളെ മനസ്സോടെ കേൾക്കാൻ കഴിയുന്ന, നമ്മുടെ വിഷയങ്ങൾ ഇടപെടാൻ കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ദൈവം മാത്രമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഉറപ്പിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. അപ്പം പ്രാർത്ഥനകൾ പല വിധത്തിലുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ മടുത്തു പോകുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? കടന്നു വരും, അല്ലേ? ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അത് പറഞ്ഞാണ് ആ വാക്യം അധ്യായം ആരംഭിക്കുന്നത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു ഉപമ പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ ഉപമ പറഞ്ഞ അനന്തരമായിട്ട് യേശു കർത്താവ് പറയുകയാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ല. അപ്പോൾ ശ്രദ്ധിച്ചേ, ഒന്ന് തന്നോട് നിലവിളിക്കുന്ന, തന്നോട് കരയുന്ന തൻ്റെ വൃതന്മാർ. സ്തോത്രം. ആരുടെ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി നൽകുന്നത്? ആരുടെയെങ്കിലും പ്രാർത്ഥനയല്ല. അത് നിങ്ങളൊന്ന് ആഴമായി ഒന്ന് ചിന്തിച്ച്, അല്ല സ്തോത്രമല്ലേ, തന്നോട് ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ വൃതന്മാർ. ദൈവവുമായിട്ട് എപ്പോഴും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ദൈവത്തിൻ്റെ വൃതന്മാർ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, വിശ്വസ്തരെന്നുള്ള നാമകരണം നമുക്ക് വന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി, അങ്ങനെയുള്ളവരുടെ വിഷയത്തിനകത്ത് പലപ്പോഴും ദൈവം ദീർഘക്ഷമ കാണിച്ചാലും അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, നമ്മുടെ വിഷയത്തിൽ ഒരുപക്ഷെ ഈ ലോകത്തിൽ മനുഷ്യൻ ഇടപെടുന്നതിനകത്ത് പരിമിതിയുണ്ട്. അത് സ്തോത്രമില്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതിനകത്ത് ബുദ്ധിമുട്ടുകൾ വരാം. നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ മാനുഷിക ഇടപെടലുകൾ പലപ്പോഴും സാധ്യമല്ലാതെ വരാം. ഇല്ലെങ്കിൽ ഒരു കാര്യമോ ഇല്ലെങ്കിൽ ഒരു വിഷയത്തെയോ നമുക്ക് പലപ്പോഴും കൈമാറി അതിനൊരു പരിഹാരം നേടുക എന്നുള്ളത് പലപ്പോഴും അസാധ്യമായി എന്ന് വരാം. എന്നാൽ 24/7 ഏത് സമയത്തും, എല്ലാ നേരത്തും, എല്ലാ കാലത്തും, എല്ലാ സാഹചര്യത്തിലും നമുക്ക് ദൈവത്തോട് വിഷയങ്ങളെ പറയുക മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു പരിഹാരം നമ്മുടെ വിഷയങ്ങളിൽ വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, അല്ല സ്തോത്ര തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ പിന്നെയും ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും. കർത്താവ് നമ്മളതിനാൽ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.